സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന രേഷ്മയുടെ അപ്രതീക്ഷിത വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ ലോകവും കാസർകോട്ടെ ആസാദ് നഗർ പ്രവാസികളും. എന്നാൽ മരണത്തിന് പിന്നാലെ ദുരൂഹതകൾ നിഴലിക്കുന്ന സാഹചര്യത്തിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ നടത്തുകയാണ് പോലീസ്. ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ വ്യക്തത വരുത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. യുവതിയുടെ മരണത്തിൽ ആൺസുഹൃത്തിന് പങ്കുണ്ടെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയതോടെയാണ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിയത്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും നിഷേധിച്ച കുടുംബം ആൺസുഹൃത്തുക്കളുമായുള്ള തർക്കമാണ് മരണത്തിന് കാരണമെന്ന് പോലീസിന് മൊഴി നൽകി. വളരെ കാലമായി ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു രേഷ്മ. പിന്നീട് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ആസാദ് നഗറിലെ ക്വാർട്ടേഴ്സിൽ വാടകയ്ക്കായിരുന്നു താമസം. ഈ കാലയളവിലാണ് യുവാവുമായി രേഷ്മ അടുപ്പത്തിലാകുന്നത്. ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഇവരുടെ ബന്ധത്തിൽ സമീപകാലത്ത് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മരണത്തിന് തൊട്ടുമുമ്പ് നടന്ന തർക്കമാണ് രേഷ്മയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നുമാണ് കുടുംബം വിശ്വസിക്കുന്നത്. ആസാദ് നഗറിലെ വാടക മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം. അസമയം ആൺസുഹൃത്ത് ജോലി സ്ഥലത്തായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ജോലിക്ക് പോയ ആൺസുഹൃത്ത് രാവിലെ മുതൽ രേഷ്മയെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പലതവണ വിളിച്ചിട്ടും രേഷ്മ ഫോൺ എടുത്തിരുന്നില്ല. ഇതേ തുടർന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ ഇയാൾ മുറിയിൽ എത്തുകയായിരുന്നു. ഒറ്റയ്ക്കല്ല, മറിച്ച് മറ്റൊരു സുഹൃത്തിനൊപ്പമാണ് യുവാവ് ക്വാർട്ടേഴ്സിലെത്തിയത്. മുറി അകത്തു നിന്നും പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് രേഷ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.